ഹൈ സ്റ്റുഡൻസ് നമ്മളിപ്പം ലാസ്റ്റ് അഡീഷൻ റിയാക്ഷൻസ് വരെയായിരുന്നു പറഞ്ഞിരുന്നത്. സോ നമ്മൾ നോമൻക്ലേച്ചർ നോമൻക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതിനകത്തുള്ള നമ്മൾ അഡീഷൻ റിയാക്ഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ്സിനെ കോവാലന്റ് ബോണ്ടിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിച്ചു. നെക്സ്റ്റ് അഡീഷൻ റിയാക്ഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമുക്കറിയാം ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് അനദർ സബ്സ്റ്റൻസ് ഫോം എ സിംഗിൾ പ്രോഡക്റ്റ്. ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രജന് എന്താണ് വേറൊരു സബ്സ്റ്റൻസുമായി ചേർന്നിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഓക്കെ, അൺസാച്ചുറേറ്റഡ് മീൻസ് യൂഷ്വലി സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അതിനാണല്ലോ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. സോ ഈ റിയാക്ഷൻ എപ്പോഴും എന്തിൽ മാത്രം നടക്കും? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ മാത്രമേ നടക്കുള്ളൂ. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രജൻ വേറൊരു സബ്സ്റ്റൻസുമായിട്ട് ചേർന്നിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈഥെയിനും ബ്രോമിനും കൂടെ ചേർന്നിട്ട് 1,2 ഡൈബ്രോമോ ഈഥെയിൻ എന്ന് പറയുന്നത്. സോ ഈഥെയിൻ CH2 ഡബിൾ ബോണ്ട്, അത് പ്ലസ് BR2 അതാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഡൈബ്രോമിൻ ആയിട്ടാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യും? 1,2 ഡൈബ്രോമോ ഈഥെയിൻ ഫോം ചെയ്യും. അതായത് ഈഥെയിൻ തന്നെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതെന്താണ് ആ രണ്ട് ബ്രോമിൻ ഓരോന്ന് CH2യിലേക്ക്, അതായത് ഓരോന്നിലേക്ക് അറ്റാച്ച് ചെയ്യും, ഓരോ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഫസ്റ്റ് കാർബൺ ആ ഒരു ലോങ് ചെയിൻ നമ്മൾ നെയിം ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് കാർബണയിലും സെക്കൻഡ് കാർബണയിലും എന്നിട്ട് ഓരോ ബ്രോമിനും അതാണ് 1,2 ഡൈബ്രോമോ ഈഥെയിൻ എന്ന് പറയുന്നത്. സോ അതാണ് അഡീഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ആണ് എലിമിനേഷൻ റിയാക്ഷൻ. സോ ഈ 1,2 ഡൈബ്രോമോ ഈഥെയിൻ എന്താണ്? കളർലെസ് ആണ്. അതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? കളർലെസ് ആണ്. So elimination reactions. Elimination reaction is characterized by the removal of a small molecule from adjacent carbon atoms and the formation of a double bond. അപ്പൊ എലിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യണമല്ലോ. അപ്പം അഡ്ജസന്റ് ആയിട്ടുള്ള തൊട്ടടുത്തെടുത്തിരിക്കുന്ന കാർബൺ ആറ്റംസിൽ നിന്ന് എന്താണ് ഒരു സ്മോൾ മോളിക്യൂൾ എന്താണ് റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മോളിക്യൂൾ റിമൂവ് ചെയ്തപ്പോൾ ബാക്കി വന്ന ആ ഒരു ഇലക്ട്രോൺസ് ചേർന്നിട്ട് എന്താണ് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ CH3 അതേപോലെ തന്നെ ഇത് 3H ഉണ്ട്. CH3 CH2OH ആണ്. നമുക്ക് ഈ എഥനോൾ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സൾഫ്യൂരിക് ആസിഡും ഹൈ ടെമ്പറേച്ചറും കൊടുത്തു കഴിഞ്ഞാൽ അത് CH2 പ്ലസ് H2O എന്ന് മാറും. ഓക്കെ, ഇപ്പം ഒരു രണ്ട് എച്ചും ഒരു ഓയും മാറി. ബാക്കി എന്താണ്? ബാക്കി ഒരു മോളിക്കൂൾ അങ്ങോട്ട് മാറിയപ്പോൾ ബാക്കിയുള്ളത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്താണ് ആ CH2ന്റെ ഇടയ്ക്കായിട്ട് എന്താണ് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, ഒരു ഈഥീൻ ആയിട്ട് മാറി. മറ്റേത് എഥനോൾ ആയിരുന്നു, ഇത് എന്താണ് ഈഥീൻ ആയിട്ട് മാറി. ഓക്കെ, സിംഗിൾ ബോണ്ടിൽ നിന്ന് ഡബിൾ ബോണ്ടിലേക്ക് മാറി. അപ്പൊ അതാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു മോളിക്യൂളിനെ റിമൂവ് ചെയ്യുന്നു, അത് മാറുന്ന സ്ഥാനത്തേക്ക് എന്താണ് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് എന്താന്ന് പറയുന്നത് എലിമിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ്? മോളിക്കുലർ റീഅറേഞ്ച്മെന്റ്. അപ്പം എ മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് പ്രൊസീഡ്സ് വിത്ത് എ ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ഹൈഡ്രോകാർബൺ സ്കെലിറ്റൺ ഓഫ് ദ മോളിക്യൂൾ. അപ്പം ഒരു മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉള്ള ഒരു സ്ട്രക്ചറിനെ മാറ്റി നമ്മൾ എന്താണ് റീസ്ട്രക്ചർ ചെയ്യുക. സോ അതിന് മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ മോളിക്യൂളിന്റെ ഹൈഡ്രോകാർബൺ സ്കെലിറ്റൺ, ഹൈഡ്രോകാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു എന്താണ് കാർബൺ ഹൈഡ്രജൻ ആ ഒരു ചെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സ്കെലിറ്റൺ മീൻസ് എന്താണ്? ഇപ്പൊ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണോ, ആ ഒരു കെമിക്കൽ ഫോർമുല എങ്ങനെയാണോ അതിൽ എന്ത് ചെയ്യുക? ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടു. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്താണ് ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു. മീൻസ് എന്താണ്? ചേഞ്ച് ചെയ്യും. അപ്പൊ അതാണ് മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അതെന്താണ് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എന്താണ് റീഅറേഞ്ച്മെന്റ് സംഭവിക്കുന്നു. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 ക്ലോറോ ബ്യൂട്ടേൻ ഉണ്ട്. CH3 CH2 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 Cl. അപ്പം ഒന്നാമത്തെ കാർബണിൽ എന്തുണ്ട്? ഒരു ക്ലോറിൻ. സോ 1 ക്ലോറോ ബ്യൂട്ടേൻ. അത് നമ്മൾ AlCl3 ഓക്കെ അലൂമിനിയം ക്ലോറൈഡുമായിട്ട് എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്ലോറോ ബ്യൂട്ടേൻ കിട്ടും. ഓക്കെ, സോ 2 ക്ലോറോ ബ്യൂട്ടേൻ കിട്ടും. സോ CH3 അപ്പൊ CH3 ആ സെക്കൻഡ് കാർബണയിൽ എന്ത് വരും? സെക്കൻഡ് കാർബണയിലായിട്ട് നമുക്ക് ക്ലോറിൻ വരും. അപ്പൊ എന്താണ് ആ ഫസ്റ്റ് കാർബണയിൽ ഇരുന്ന ക്ലോറിൻ സെക്കൻഡ് കാർബണയിലോട്ട് മാറും അല്ലെ. അപ്പൊ ഒരു പൊസിഷൻ ചേഞ്ച് വരും. അപ്പൊ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. വേറൊരു ചേഞ്ച് വരാത്തില്ല. ബട്ട് എന്താണ് ആ ഒരു CH2 ആദ്യം CH2 എന്നായിരുന്നു. ആ CH2ന്റെ അവിടോട്ട് ഒരു ക്ലോറിൻ വന്നപ്പോ എന്താണ് അവിടെ CH ആയി. അപ്പം ലാസ്റ്റിലുള്ള CH2 എന്തായി? CH3 ആയി. അപ്പൊ അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള ഒരു റീഅറേഞ്ച്മെന്റ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. സോ 1 ക്ലോറോ ബ്യൂട്ടേൻ എന്തായിട്ട് മാറി? 2 ക്ലോറോ ബ്യൂട്ടേൻ ആയിട്ട്. സോ നെക്സ്റ്റ് എന്താണ്? ഐസോമേഴ്സ്. ഓക്കെ, സോ ഐസോമേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ ഇതുപോലെ തന്നെ എന്താണ് നമ്മൾ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്തുള്ള ഐസോമേഴ്സ് പറഞ്ഞായിരുന്നു. ഇവിടെ എന്തുണ്ട്? നമുക്ക് ഐസോമേഴ്സ് പറയാം. അപ്പം മെയിൻ ആയിട്ട് എന്താണ്? സോ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ പോലെ എന്താണ് ഇവിടെ ഹൈഡ്രോ കാർബൺസിലും നമുക്ക് ഐസോമറിസം പറയാനായിട്ട് പറ്റും.
ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ട്, സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്പേഷ്യൽ ഐസോമേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ട്രക്ചറലി ഉള്ള ഡിഫറൻസ് വഴി, മറ്റേത് എന്താണ് സ്പേസിൽ അവരെ എങ്ങനെ അറേഞ്ച് ചെയ്യും. സ്പേഷ്യൽ ഐസോമേഴ്സ് എന്ന് വെച്ചാൽ സ്പേഷ്യൽ ഓറിയന്റേഷൻ, അവരെ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ വരുന്നത് അനുസരിച്ചിട്ട് ഡിഫറൻസ് വരുന്നതാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സ്ട്രക്ചറലി ഉള്ള ഡിഫറൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ് അത് അത്രേ ഉള്ളൂ. സ്റ്റീരിയോ ഐസോമേഴ്സിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയാസ്റ്റീരിയോമേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ എനാൻഷ്യോമേഴ്സ്. സോ ഡയാസ്റ്റീരിയോമേഴ്സ് ആൻഡ് എനാൻഷ്യോമേഴ്സ്. ഇപ്പം ഡയാസ്റ്റീരിയോമേഴ്സിന് പിന്നീട് നമുക്ക് എന്താണ് സിസ് ട്രാൻസ് ഐസോമേഴ്സ് ആയിട്ടും പറയാം, അതുപോലെ തന്നെ കൺഫോമേഴ്സും റൊട്ടാമേഴ്സുമായിട്ട് പറയാൻ പറ്റും. സോ സിസും ട്രാൻസിന്റെയും എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എനാൻഷ്യോമേഴ്സിന്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, കൺഫോമേഴ്സും റൊട്ടാമേഴ്സും എങ്ങനെയാണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയുമാണ് ഹൈഡ്രോകാർബൺസിനകത്തിലെ ഐസോമേഴ്സിന്റെ. സോ നെക്സ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എങ്ങനെയാണ്, ഇത് നമ്മൾ ലാബിലൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എലമെന്റ് ഏതാണ്, അതിന്റെ സോഡിയം എക്സ്ട്രാക്ട് എടുക്കും. ഓക്കെ, ഇപ്പം നൈട്രജൻ ആണ്, അതിന്റെ സോഡിയം എക്സ്ട്രാക്ട് Na പ്ലസ് കാർബൺ പ്ലസ് NaCN. ഓക്കെ, അതാണ് SC എന്ന് കൊടുത്തിരിക്കുന്ന സോഡിയം എക്സ്ട്രാക്ട് ആണ്. അപ്പം എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയറും അതിന്റെ റിയാക്ഷനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൾഫർ 2Na പ്ലസ് എസ് Na2S ഫോം ചെയ്യുന്നു. അത് വെച്ചിട്ട് ആ ഒരു സോഡിയം എക്സ്ട്രാക്ട് വെച്ചിട്ട് സോഡിയം നൈട്രോക്ലോസൈഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് ഡീപ് വയലറ്റ് കളർ കിട്ടും. അതുപോലെ തന്നെ അത് CH3COH അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതേപോലെ തന്നെ ലെഡ് അസറ്റേറ്റ് CH3CO2 ലെഡ് അസറ്റേറ്റ്, അത് രണ്ട് ചേരുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ അതിന്റെ എല്ലാ റിയാക്ഷൻസും ഓക്കെ, ആ ഡീപ് വയലറ്റ് കളർ എങ്ങനെയാണ് വരുന്നത്, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് എങ്ങനെയാണ് വരുന്നത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിയാക്ഷൻ ആയിട്ട് നോക്കിയിട്ട് ഇതൊന്ന് പഠിച്ചു വെക്കാം. യൂഷ്വലി നമ്മൾ ലാബ് എക്സ്പെരിമെന്റ്സ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, അത് തന്നെ ഒന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഹാലജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്ലോറിൻ ഫ്ലോറിൻ അങ്ങനെ ആ ഒരു 17th ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും. അപ്പൊ അത് സോഡിയം പ്ലസ് ആ ഹാലജൻ ഇപ്പൊ ഇവിടെ ക്ലോറിൻ എടുത്തിരിക്കും, അപ്പൊ NaCl കിട്ടും, അതാണ് സോഡിയം എക്സ്ട്രേറ്റ്. അത് വെച്ചിട്ട് എന്താണ് നമ്മൾ പ്രൊസീജിയർ റിയാക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ആൻഡ് സൾഫർ രണ്ടും കൂടെ ചേർത്തിട്ട് അപ്പം സോഡിയം പ്ലസ് കാർബൺ പ്ലസ് നൈട്രജൻ പ്ലസ് സൾഫർ എന്താണ് NaCNS കിട്ടും, അതാണ് അവിടുത്തെ സോഡിയം എക്സ്ട്രാക്ട്. അത് ചേർന്നിട്ട് എന്താണ് നമുക്ക് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റും അതേപോലെ തന്നെ ബ്ലഡ് കളറേഷനിലുള്ള കോമ്പൗണ്ടും അതൊക്കെ കിട്ടും. അപ്പം എങ്ങനെയാണ് ആ റിയാക്ഷൻ ഉള്ളത്, അത്രയും കാര്യങ്ങൾ എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് നമുക്ക് പറയും. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിന്റെ 4 എക്സാമ്പിൾസ് ഉണ്ട്, അതും നിങ്ങൾ പഠിച്ചു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.